തെരഞ്ഞെടുപ്പിന്റെ 5 ഘട്ടങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി രണ്ട് ഘട്ടങ്ങൾ മാത്രം. ഒരുപക്ഷെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ആര് ഭരിക്കുന്നു അവരായിരിക്കും ഇന്ത്യ ഭരിക്കുക എന്നുള്ള പൊതുവെയുള്ള നിരീക്ഷണം ഏറെ പ്രസക്തമാവുകയാണ് ഇത്തരുണത്തിൽ. ഉത്തർപ്രദേശ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സർവേകളും നൽകുന്ന സൂചന BJP നില മെച്ചപ്പെടുത്താനാണ് സാധ്യത എന്നുള്ളതാണ്. എന്നാൽ വിമർശകർ വലിയ വിമർശനങ്ങളാണ് BJPക്കെതിരെ ഇവിടെ ഉന്നയിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ മഹാഗഡ്ബന്ധൻ സഖ്യത്തിന് വലിയ സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ എതിർക്കുവാൻ BJPയെ നേരിടാൻ കഴിഞ്ഞുവെങ്കിലും വളരെ കുറച്ച് സീറ്റുകളിലായി പരിമിതപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിനാകട്ടെ ഒറ്റ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായും വന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അപ്നാദളുടെ സീറ്റുകൾ ഉൾപ്പെടെ ADSന്റെ സീറ്റുകൾ ഉൾപ്പെടെ ഏതാണ്ട് 64 സീറ്റുകളാണ് BJPയുടെ സഖ്യം നേടിയത്. BJPയെ സംബന്ധിച്ചിടത്തോളം 62 സീറ്റും സഖ്യം 2 സീറ്റും, അങ്ങനെ 64 സീറ്റുകൾ NDA മുന്നണിക്ക് UPയിൽ 2019 നിലനിർത്താനായി എന്നുള്ളതാണ്. എന്നാൽ മഹാഗഡ്ബന്ധൻ സഖ്യം BSPയും SPയും ഒക്കെ അടങ്ങുന്ന സഖ്യത്തിന് ഏതാണ്ട് 15 സീറ്റുകളും UPയുടെ 1 സീറ്റും കൊണ്ട് അവർക്ക് 16 സീറ്റുകളിലായി തൃപ്തിപ്പെടേണ്ടി വന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ BJP 1 സീറ്റിലും മഹാഗഡ്ബന്ധൻ 15 സീറ്റുകളിലും, അങ്ങനെ 16 സീറ്റുകളിലായി ഇതര കക്ഷികളും BJP സഖ്യം 64 സീറ്റുകളിലും, അങ്ങനെ മുഴുവൻ 80 സീറ്റുകൾ. ഇവിടെ രസകരമായ ചില കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം 2020 തെരഞ്ഞെടുപ്പ് 2024 ഈ തെരഞ്ഞെടുപ്പ് ഏറെ വ്യത്യസ്തമാവുകയാണ്. BJP 74 സീറ്റുകളിലായിട്ട് മത്സരിക്കുകയാണ്. 1 സീറ്റ് അവരുടെ ഒരു സഖ്യകക്ഷിക്ക് കൊടുത്തുകൊണ്ട് ഏകദേശം 75 സീറ്റുകളിലേക്ക് BJP മത്സരിക്കുകയാണ്. അപ്നാദൾ 2 സീറ്റിലേക്കും രാഷ്ട്രീയ ലോക്ദൾ 2 സീറ്റിലേക്കും മത്സരിക്കുന്നു. മറ്റൊരു സഖ്യകക്ഷിക്ക് 1 സീറ്റ് നൽകിക്കൊണ്ട് 80 സീറ്റുകളിലേക്കായി NDA മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, BJP ഏകദേശം 75 സീറ്റിലേക്ക് UPയിൽ ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം SP അഖിലേഷ് യാദവ് 62 സീറ്റിലേക്കും, അതായത് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി 62 സീറ്റിലേക്കും, കോൺഗ്രസ് 17 സീറ്റിലേക്കും, തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റിലേക്കും, അങ്ങനെ ഏതാണ്ട് 80 സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. BSP 79 സീറ്റിലേക്ക് സ്വതന്ത്രമായി മത്സരിക്കുന്ന ഒരു കാഴ്ചയും നമ്മളിവിടെ കാണുന്നു എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വിഡിതമാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം UPയിൽ വരുത്തിയത് കാണാനായിട്ട് കഴിയുക. കാരണം വേണ്ടത്ര തരത്തിലുള്ള നീക്കുപോക്കുകളിലൂടെ BSPയോട് ഒരു സഖ്യം ഉണ്ടാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ വേണ്ട തരത്തിൽ BJPക്കെതിരെ ഇന്ത്യ മുന്നണിക്കെതിരെ പ്രശാന്ത് ശർമ്മ വളരെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വളരെ വലിയൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വിനിയോഗിക്കുന്നു, പക്ഷേ ഈ 2024 തെരഞ്ഞെടുപ്പിൽ ധാരാളം വീഴ്ചകൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഗോതയിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് ആയുധമാക്കാൻ കഴിയുന്ന ധാരാളം വീഴ്ചകൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവയൊന്നും വലിയ തരത്തിൽ ഉപയോഗിക്കുവാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം രസകരമായ ഒരു കാര്യം കൂടി പറയുന്നു. ഒരുപക്ഷെ ക്രിക്കറ്റ് മാച്ചിൽ നമുക്ക് ഒരു പന്ത്, ഒരുപക്ഷെ ഒരു ക്യാച്ച്, ഒരു പന്ത് പിടിക്കുവാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തിയാൽ ഒരുപക്ഷെ അത് എതിരാളിക്ക് ബാറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സെഞ്ചുറി അടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് എന്ന്. പ്രതിപക്ഷത്തിന് കിട്ടിയിരുന്ന ധാരാളം അവസരങ്ങൾ അവർ വേണ്ടത്ര ഉപയോഗിക്കാതെ വരികയും സഖ്യങ്ങൾ വേണ്ടത്ര ഭംഗിയായി മെനഞ്ഞെടുക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നതോടുകൂടി BJPക്ക് സെഞ്ചുറി അടിക്കുവാനുള്ള, ക്രീസിൽ കൊണ്ട് ഭംഗിയായി ബാറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ധാരാളം വിമർശനങ്ങൾ. ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടുതൽ സിറ്റിംഗ് MPമാർ മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് UP എന്ന് പറയുന്നത്. ജാതി സമവാക്യങ്ങളിലൊക്കെ ഒട്ടേറെ വിമർശനങ്ങളും മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. അവിടെ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും ഒക്കെ വളരെ വലിയ തരത്തിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങളാണ് BJP അവിടെ നടത്തിയിട്ടുള്ളത്. എന്നാൽ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ BJP കുറെ കൂടെ വലിയ വെല്ലുവിളികൾ പ്രതിപക്ഷത്തിൽ നിന്ന് നേരിടുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും BJP നില മെച്ചപ്പെടുത്തുവാൻ തന്നെയാണ് ഉത്തർപ്രദേശിൽ സാധ്യത എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വോട്ടിംഗ് ഷെയർ പരിശോധിച്ചാൽ 2019 വോട്ട് വിഹിതം
പരിശോധിച്ചാൽ BJP ഏതാണ്ട് 49.98 ഏതാണ്ട് 50% വോട്ടുകൾ സ്വായത്തമാക്കി എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതേസമയം BSP ആകട്ടെ 19.43%, ഏതാണ്ട് 19.5%. സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 18.11%. അതായത് രണ്ടുപേരും കൂടി ഏകദേശം ഒരു 38-39% വോട്ട് ഷെയർ ആണ് BSPയെയും SP-യെ സംബന്ധിച്ചിടത്തോളം അവിടെ ലഭിച്ചത്, രണ്ടും കൂടി ചേർന്ന് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇത്തവണ BSP ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ അവിടെയാണ് രസം. ഇന്ത്യ മുന്നണിക്ക് എത്ര സീറ്റ് അവിടെ നേടാനാകും എന്നുള്ള ഒരു ചോദ്യമാണ്. SP-യും കോൺഗ്രസും ചേർന്ന് മത്സരിക്കുമ്പോൾ BSP അവിടെ പ്രത്യേകമായിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അഖിലേഷ് യാദവിന്റെ SP-യും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് മത്സരിക്കുന്നു. അവിടെ ഒരുപക്ഷെ വലിയ നേട്ടം ഉണ്ടാക്കുവാൻ ഒരുപക്ഷെ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, BSPയെ സംബന്ധിച്ചിടത്തോളം ഈ എടുത്ത തീരുമാനം ഒരുപക്ഷെ വലിയ തരത്തിലുള്ള, മാത്രമല്ല BSPയുടെ സീറ്റിലേക്ക് മറ്റുള്ളവർ ഇടിച്ചു കയറാൻ നടത്തുന്ന ഒരു ശ്രമം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്ന പല മണ്ഡലങ്ങളും വളരെ രസകരമായ ഒരു ചിത്രം കൂടി നൽകുന്നു എന്നുള്ളതാണ്. ബുന്ധേൽഖണ്ഡ് മേഖല എന്ന് പറയുന്ന പ്രദേശം, അവിടെ പ്രധാനമായും ജല ദൗർലഭ്യത പരിഹരിക്കുവാൻ BJP സർക്കാർ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ, അത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വോട്ടായി മാറാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. എന്നാൽ കിഴക്കൻ UP മേഖല ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു മേഖലയാണ്. അവിടെ പ്രത്യേകിച്ച് ഫൈസാബാദ് അതുപോലെ തന്നെ കൈസർഗഞ്ച് മണ്ഡലങ്ങളിലൊക്കെ ഈ രാമക്ഷേത്ര വിഷയം വളരെ വലിയ തോതിൽ സ്പർശിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പൊ അവിടെയും BJPയെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ മെച്ചപ്പെടുത്തുവാൻ തന്നെയാണ് സാധ്യത. അതുപോലെ തന്നെ മമതയുമായി പോലും കോൺഗ്രസിന് വേണ്ടത്ര തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന 5, 6, 7 ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിക്കുള്ളിലാണ് ഏറ്റവും കൂടുതൽ വലിയ വെല്ലുവിളികൾ ഉണ്ടാകുന്നത്. എത്രത്തോളം ഭംഗിയായി അവർക്ക് കൂട്ടിയിണക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്നുള്ളതാണ് ഒരു വസ്തുത. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നടന്ന ഘട്ടങ്ങളും പൊതുവായുള്ള വിലയിരുത്തലുകളും നോക്കുമ്പോൾ BJP സഖ്യം മെച്ചപ്പെടുത്തുവാൻ തന്നെയാണ് സാധ്യത. ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ പലതും, പ്രത്യേകിച്ച് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തോടു കൂടി BJP ഏതാണ്ട് ഉത്തർപ്രദേശിന്റെ ഭൂമികയിൽ വേരുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ചിത്രം വളരെ വ്യത്യസ്തമാണ്. BJP എതിർക്കുന്നവർ ഭിന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കോൺഗ്രസിനെ നരേന്ദ്രമോദി, അത് ഇനി നമുക്കറിയാം റായ്ബറേലിയിൽ ഉൾപ്പെടെയുള്ള മത്സരം, അമേഠിയിൽ ഉൾപ്പെടെയുള്ള മത്സരം BJPയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു മത്സരമാണ്. അവിടെ ഇത്തവണ ഒരുപക്ഷെ അമേഠിയിൽ നെഹ്റു കുടുംബത്തിന്റെ ഒരു വിശ്വസ്തനെയാണ് മത്സരിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കിഷോരിലാൽ ശർമ്മയാണ് ഇത്തവണ സ്മൃതി ഇറാനിയെ നേരിടുന്നത്. റായ്ബറേലിയിലാകട്ടെ രാഹുൽ ഗാന്ധി മത്സരത്തിന് എത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ തമ്പടിച്ചുകൊണ്ട് റായ്ബറേലിയിലും അമേഠിയിലും പ്രചരണം നടത്തുന്നത് കോൺഗ്രസിന് ഒരുപക്ഷെ വലിയ ഊർജമായിരിക്കും ഉത്തർപ്രദേശിൽ നൽകുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്നാലും വളരെ പരാജയപ്പെട്ട സഖ്യങ്ങൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഒരു ഭൂമികയായി ഉത്തർപ്രദേശ് മാറാനാണ് സാധ്യത. ധാരാളം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം വീഴ്ചകൾ കോൺഗ്രസ് പാർട്ടികൾക്ക് BJPക്ക് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും, അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിൽ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള ആന്റി ഇൻകംബൻസി ഒരുപക്ഷെ ഭരിക്കുന്ന പാർട്ടിയോടുള്ള എതിരെയുള്ള ഒരു വികാരം സൃഷ്ടിക്കുവാൻ ഒരുപക്ഷെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചേക്കാവുന്ന ഒരു പ്രദേശമായിരുന്നു ഉത്തർപ്രദേശ് എങ്കിൽ അത് മുഴുവൻ കളഞ്ഞു കുളിച്ച ഒരു സ്ഥലം കൂടിയാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെ സഖ്യ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ യഥാസമയം കൃത്യമായി ക്രിക്കറ്റിൽ ക്യാച്ച് എടുക്കുന്നത് പോലെ അത് ചെയ്യാൻ കഴിയുന്നത് എതിർ സ്ഥാനാർത്ഥിയായ BJPയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബാറ്റ്സ്മാനായ BJPയെ സംബന്ധിച്ചിടത്തോളം സെഞ്ചുറി അടിക്കാനുള്ള അവസരം ഉത്തർപ്രദേശിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. 80-ൽ എത്ര കിട്ടും? മിക്ക സർവേകളും പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ 62 സീറ്റുകളാണ് BJP നേടിയെങ്കിൽ ഇത്തവണ നില മെച്ചപ്പെടുത്തി ഒരുപക്ഷെ BJP സഖ്യം 64 സീറ്റുകൾ നേടിയെങ്കിൽ ഇത്തവണ നില മെച്ചപ്പെടുത്തും എന്നുള്ളതാണ്.